إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാന്യരായ വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കുറച്ച് ആഴ്ചകളിലായി നമ്മൾ വിശുദ്ധ ഖുർആനിലെ അൽ ബഖറ അധ്യായത്തിലെ 177-ാമത്തെ ആയത്ത് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായിക. ഇത്രയും കാര്യങ്ങൾ ഈ ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പറയുകയുണ്ടായി. തുടർന്ന് പറയുന്നു, വൽ കിതാബ്. പുണ്യമെന്നാൽ അത് ബാഹ്യമായ പ്രകടനങ്ങൾക്കപ്പുറം ആന്തരികമായ ഹൃദയപൂർവ്വമുള്ള സന്നിവേശമാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വിശ്വസിക്കുക എന്നതോടൊപ്പം വൽ കിതാബ്, വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുക. തുടർന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നമുക്കിന്ന് പറയാനുള്ളത്, പങ്കുവെക്കാനുള്ളത് വേദഗ്രന്ഥത്തെക്കുറിച്ചാണ്. വിശുദ്ധ ഖുർആന് മുമ്പും ഒട്ടേറെ വേദഗ്രന്ഥങ്ങൾ ഇറക്കപ്പെട്ടിട്ടുണ്ട് പല പ്രവാചകന്മാർക്കുമായി എന്ന് ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ 4 വേദഗ്രന്ഥത്തെക്കുറിച്ച് വ്യക്തമായും പരാമർശിച്ചിട്ടുണ്ട്. മൂസാ നബിക്ക് ഇറക്കിയ തൗറാത്ത്, ദാവൂദ് നബിയുടെ സബൂർ, ഈസാ നബിക്ക് ഇറക്കിയ ഇഞ്ചീൽ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിയ വിശുദ്ധ ഖുർആൻ. ഇതിനു പുറമേയും വേറെ പല ഏടുകളും ഇറക്കിയിട്ടുണ്ടെന്നും ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് നമ്മൾ അറിയാൻ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന സംവാദ പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ മാനുഷികത നിഷ്കളങ്കമായി മനസ്സിലാക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുമാറുള്ള ഒരു നല്ല സംവാദമായിരുന്നു നടന്നിരുന്നത്. ആ സംവാദത്തിന് മുന്നിൽ നിന്ന് മഹത്തായ അവതരണം നടത്തി സത്യവിശ്വാസികളൊക്കെ സംതൃപ്തരാക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ കൈയാളിയ ബഹുമാനായ പണ്ഡിതൻ എം അക്ബർ സാഹിബിന് അള്ളാഹു അനുഗ്രഹം വർഷിക്കുമാറാവട്ടെ. തുടർന്ന് അങ്ങോട്ടുള്ള ഈ ദൗത്യം വളരെ വിജയകരമായി നിർവഹിക്കാനുള്ള കരുത്തും ശേഷിയും നൽകുകയും ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു സൂറത്തുൽ ബഖറയിൽ കാനന്നാസു ഉമ്മത്തും വാഹിദ,
فبعث الله النبيين مبشرين ومنذرين وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه. മനുഷ്യൻ ഒരൊറ്റ സമുദായമായിരുന്നു. അനന്തരം ഭിന്നിച്ചപ്പോൾ അവർ വ്യത്യസ്ത കാരണങ്ങളാൽ ഭിന്നിച്ചു. അതിൽ അതിപ്രധാനപ്പെട്ട വിഷയം അള്ളാഹു ആ സമൂഹങ്ങളിലൊക്കെയും ഇറക്കിക്കൊണ്ടിരുന്ന പ്രവാചകന്മാരുടെ നിർദ്ദേശങ്ങളെ, സന്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് തന്നിഷ്ടപ്രകാരം ആളുകൾ ജീവിക്കാൻ തുടങ്ങുകയും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധനം ഉൾക്കൊള്ളാതെ തെന്നിമാറുകയും ചെയ്യും. അപ്പേരിൽ ഭിന്നത വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ അനന്തരം അവർ ഭിന്നിച്ചപ്പോൾ, ഒറ്റ സമുദായമായിരുന്ന ആ വിഭാഗം ഭിന്നിച്ചപ്പോൾ സന്തോഷ വാർത്ത അറിയിക്കുവാനും താക്കീത് നൽകുവാനുമായി രണ്ട് കാര്യങ്ങളാണ്. സന്തോഷ വാർത്തയും അറിയിക്കുന്നുണ്ട്, താക്കീതും നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ നിറഞ്ഞാടുന്നുണ്ട്. അപ്പൊ സന്തോഷകരമായ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, ദുഃഖകരമായ അവസ്ഥയും നമ്മുടെ ജീവിതത്തിന് ഉണ്ട്. ഇത് ശാശ്വതമായി നമുക്ക് ലഭിക്കാവുന്ന ഒരു ലോകത്തെ പരിചയപ്പെടുത്തുന്നു. ആ ലോകത്ത് ഇത് ഇപ്പോൾ ഇവിടെ താൽക്കാലികമായി ലഭിക്കുന്ന സന്തോഷവും താൽക്കാലികമായി ലഭിക്കുന്ന ദുഃഖവും പ്രയാസവും ഒക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് ആ ഖുർആന്റെ നിർദ്ദേശമനുസരിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ, സുഖപൂർണമായ, സംതൃപ്തികരമായ, നമ്മുടെ ഭാവനക്കപ്പുറമുള്ള ഒരു ജീവിതം വരാനിരിക്കുന്നു എന്ന വാർത്ത. ഒപ്പം ഇതിനെ നിഷേധിച്ചുകൊണ്ട് ഇവിടെ താന്തോന്നിയായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ വലിയൊരു ജീവിതം, അവസാനിക്കാത്ത ജീവിതം മുഴുക്കെ നഷ്ടങ്ങളുടെ, വേദനയുടെ, ദുഃഖത്തിന്റെ അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എന്ന താക്കീത്. ഈ രണ്ട് വിവരവും ജനങ്ങൾക്ക് നൽകുവാനായി അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു ഖുർആൻ സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അവർ ഭിന്നിച്ച വിഷയങ്ങളിൽ ആളുകൾ ഭിന്നിച്ചു. മുൻകാലങ്ങളിൽ പ്രവാചകന്മാർ നൽകിയ സത്യസന്ദേശത്തെ സ്വന്തം ഇഷ്ടമനുസരിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ട് ആളുകൾ ഭിന്നിച്ചു പോയി. അവർക്കിടയിൽ ആ ഭിന്നത ഇല്ലാതാക്കാൻ, അതിന് തീർപ്പ് കൽപ്പിക്കാൻ അവരുടെ കൂടെ സത്യവേദവും അവൻ അയച്ചു കൊടുത്തു പ്രവാചകന്മാരുടെ കൂടെ. അങ്ങനെയാണ് കാലാകാലങ്ങളിലായിട്ട് വേദം ഇറങ്ങിക്കൊണ്ടിരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. എന്നാൽ പ്രവാചകന്മാരുടെ കാലശേഷം, ചിലപ്പോ പ്രവാചകന്മാരുടെ കാലയളവിൽ തന്നെ ഈ അനുയായികൾ, അനുയായികളായി ആദ്യം നടിച്ചിരുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ തലമുറകൾ മതവിശ്വാസത്തിൽ വെള്ളം ചേർത്തു. ഗ്രന്ഥങ്ങളിലും കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായി. ഒട്ടേറെ മാറ്റത്തിരുത്തുകൾക്ക് അത്തരം ഗ്രന്ഥങ്ങൾ വിധേയമായി. ഇന്നും നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഒരു വലിയ സമൂഹത്തിന്റെ വേദഗ്രന്ഥമായി പരിഗണിക്കുന്ന ബൈബിൾ പോലും ആളുകളുടെ കൈകടത്തൽ കൊണ്ട് വികൃതമാക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഒരുപാട് സുവിശേഷങ്ങൾ പിൽക്കാലത്ത് ഈസാ നബിയുടെ, യേശുക്രിസ്തുവിന്റെ സന്ദേശമായി അവർക്ക് അവതരിപ്പിച്ച വേദത്തിൽ നിന്നും വ്യത്യസ്തമായി ആ യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ഈസാ നബിയുടെ കാലഘട്ട ശേഷം വന്ന ഓരോ പണ്ഡിതന്മാർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ഒരുപാട് സുവിശേഷങ്ങൾ, പുതിയ വെളിപാട്, പഴയ വെളിപാട്, സുവിശേഷങ്ങൾ എന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ എഴുതി ചേർക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു വലിയ ദുരന്തം അവിടെ സംഭവിച്ചു. ഏകനായ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ ഈസാ നബി വന്നപ്പോൾ ആ ഈസാ നബിയുടെ ദൗത്യത്തെ കോട്ടിമാട്ടിക്കൊണ്ട്, വികൃതമാക്കിക്കൊണ്ട് ത്രിയേകത്വവാദം, ഒരു വലിയ ഏകനായ അള്ളാഹുവിന് പുറമെ മറിയം ബീവിയെയും ഈസാ നബിയെയും വരെ ദൈവത്തിലേക്ക് ഉയർത്തുന്ന വികൃതമായ ചിന്തകൾ അവരിൽ കൂടെ ഉടലെടുത്തു. ദൈവിക മതത്തിന്റെ സന്ദേശങ്ങൾ വികൃതമാക്കിക്കൊണ്ടുള്ള ആ ഇടപെടലുകൾ നിരന്തരം വന്നുകൊണ്ടിരുന്നപ്പോൾ പിൽക്കാലത്ത് ലോകം പുരോഗതിയിലേക്ക് വന്നു. ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാനുള്ള സൗകര്യമുണ്ടായി, സഞ്ചാര സൗകര്യങ്ങൾ ഉണ്ടായി. വിവിധ ദിക്കുകളിൽ ആളുകൾ സഞ്ചരിക്കാൻ തുടങ്ങി. നമുക്കറിയാം, അറേബ്യൻ നാട്ടിൽ നിന്നും കേരളക്കരയിൽ വരെ ആളുകൾ, അറബികൾ വന്നിരുന്നു കച്ചവടാർത്ഥം. ആ രീതിയിൽ ലോകങ്ങൾക്ക് തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അള്ളാഹു ഒരു ഗ്രന്ഥം കൂടി ഇറക്കി, അതാണ് വിശുദ്ധ ഖുർആൻ. ആ ഗ്രന്ഥത്തോടുകൂടി വേദഗ്രന്ഥം അവതരിപ്പിക്കുന്നത് അവസാനിപ്പിച്ചു, പ്രവാചകന്മാരെ നിയോഗിക്കുന്നതും അവസാനിപ്പിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടി ഇനി അതിന്റെ ആവശ്യമില്ലാത്ത വിധം പ്രവാചകനാൽ അത് പൂർത്തീകരിക്കപ്പെട്ടു. ആ സന്ദേശം എന്നും പ്രസക്തമാണ്.
എക്കാലഘട്ടത്തിലും പ്രസക്തമാണ്. ഖുർആൻ അന്യൂനമാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവായിരുന്നു നമ്മൾ കഴിഞ്ഞ സംവാദത്തിൽ കേട്ട സൂറത്ത് നൂറിലെ 40-ാമത്തെ ആയത്ത്. ആരെന്ത് രീതിയിൽ വികൃതമാക്കി ചിത്രീകരിക്കാൻ കഴിഞ്ഞാലും അതിനെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അജയ്യമായ പ്രകാശിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിൻ്റെ തെളിവായിരുന്നു അത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ എക്കാലഘട്ടത്തിൽ ഏത് പുരോഗമനത്തിന്റെ ഉത്തുംഗതയിൽ വിരാജിക്കുന്ന സമൂഹത്തിന്റെ ഇടയിലായിരുന്നാൽ പോലും മനുഷ്യനെ സംസ്കരിക്കാൻ, ഉന്നത മനുഷ്യനാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു. ഈ കോട്ടിമാറ്റലുകളെ വിശുദ്ധ ഖുർആൻ അപലപിക്കുന്നുണ്ട്. ഇതിനെ വികൃതമായി ചിത്രീകരിക്കുന്നതിനെ, തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുന്നതിനെ, ഇതിൽ നിന്നും വഴിമാറിപ്പോകുന്നതിനെ വിശുദ്ധ ഖുർആൻ അപലപിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ 174-ാമത്തെ ആയത്ത് പരിശോധിക്കുക. ഞാൻ സമയത്തിന്റെ പരിമിതി കണക്കിലെടുത്തുകൊണ്ട് ആയത്തുകൾ ചുരുക്കുകയാണ്. വിശുദ്ധ ഖുർആന്റെ അവതരണത്തോടുകൂടി മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ, നേരത്തെ ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങളൊക്കെ അപ്രസക്തമാവുകയും ചെയ്തു. അതൊക്കെ താൽക്കാലികമായ ചില സമൂഹങ്ങളിൽ മാത്രം ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളായിരുന്നു. എന്നാൽ ഖുർആൻ എക്കാലഘട്ടത്തിലുമുള്ള ജനങ്ങൾക്കായി ഇറക്കപ്പെട്ടു. ഖുർആൻ ലോകത്തെ ബന്ധപ്പെടുത്തും വിധത്തിൽ സുദൃഢമാക്കപ്പെട്ടു. നാടൻ ഭാഷയിൽ ജീവിക്കുന്ന ഒരു പുരോഗതിയുമില്ലാത്ത ആളുകൾക്ക് പോലും മനസ്സിലാകുന്ന വിശുദ്ധ ഖുർആൻ അത്യന്തം ശാസ്ത്ര പുരോഗതിയുടെ ഉന്നതിയിലെത്തിയ ആളുകളെ പോലും സ്വാധീനിക്കത്തക്ക രീതിയിൽ വലിയൊരു അത്ഭുതമായി അവശേഷിക്കുകയാണ്. ഖുർആൻ പറയുന്നു, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഇതാകുന്നു ഗ്രന്ഥം, അതിന് സംശയമേ ഇല്ല. ഇത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണെന്ന് ഒരു സംശയമില്ല. മാത്രമല്ല, ഒരു കാര്യം കൂടി അശ്രദ്ധമായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ സൂക്ഷ്മതയോടുകൂടെ അന്തസ്സാർന്ന് നിങ്ങളുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഖുർആൻ മതി, എന്നുകൂടി ഖുർആൻ ആണയിട്ട് പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല, അള്ളാഹു ഇതിനെ സംരക്ഷിക്കുമെന്ന ഈ വ്യാഖ്യാനം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ലോകത്തിലുള്ള ഖുർആന്റെ പ്രതികൾ, ഈ പള്ളികളടക്കം ലോകത്തിലുള്ള ഖുർആന്റെ പ്രതികൾ മുഴുക്കെ നശിപ്പിച്ചാൽ പോലും ഖുർആനെ മായ്ച്ചു കളയാൻ കഴിയാത്ത വിധത്തിൽ സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ കൊത്തിവെക്കപ്പെട്ടിരിക്കുന്നു വിശുദ്ധ ഖുർആൻ. അത് അള്ളാഹുവിന്റെ വലിയൊരു അത്ഭുതമാണ്, വലിയൊരു അനുഗ്രഹമാണ്. ഓരോ മനുഷ്യരും എത്രയെത്രയോ ഹാഫിളുകൾ, എത്രയെത്രയോ ആളുകളാൽ സമ്പന്നമാണ് ഖുർആൻ. അതിനെ ഇനി ലോകത്ത് നിന്ന് ആർക്കും തുടച്ചു മാറ്റാൻ കഴിയില്ല. അതിൻ്റെ ഒരു അക്ഷരത്തിന് പോലും, ഒരു ഹർഫിന് പോലും മാറ്റം വരുത്താൻ കഴിയാത്ത വിധത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്ത് മറ്റൊരു ഗ്രന്ഥത്തിനും ഈ ഒരു അവകാശം ഉന്നയിക്കാൻ കഴിയില്ല. വളരെ നേർത്ത ഒരു പുസ്തകത്തിന് പോലും, വളരെ ചെറിയൊരു പുസ്തകത്തിന് പോലും ഈ ഒരു അവകാശമായി വരാൻ കഴിയില്ല. അതും കാലോചിതമായി മാറ്റേണ്ടി വരും. ഖുർആനിൽ അങ്ങനെ ഒരു ആവശ്യമില്ലാത്ത വിധം അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ലോകത്ത് മുസ്ലിങ്ങൾ 2-ാം സ്ഥാനത്താണ്. എന്നാൽ ലോകത്ത് ഏറ്റവും അധികം വായിക്കപ്പെടുന്ന, പാരായണം ചെയ്യുന്ന ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണ്. മാത്രമോ ഏറ്റവും അധികം പ്രതികളുള്ള, കോപ്പികളുള്ള ഗ്രന്ഥവും വിശുദ്ധ ഖുർആനാണ്. ഏറ്റവും അധികം ആളുകൾ മനഃപ്പാഠമാക്കിയ ഗ്രന്ഥവും വിശുദ്ധ ഖുർആനാണ്. ഖുർആൻ വചനങ്ങൾ പോലെ ജനങ്ങളെ അപ്പോൾ സ്വാധീനിക്കുകയും അതിലെ ഓരോ ആയത്തും അത് കേൾക്കുന്ന മാത്രയിൽ തന്നെ ഹൃദയത്തിലേക്ക് സ്വാധീനിക്കപ്പെടുന്ന ഒരവസ്ഥ, അതുമൂലം പരിവർത്തിക്കപ്പെടുന്ന ഒരവസ്ഥ, അതിലേക്ക് ആളുകളുടെ ചിന്ത കൊണ്ടെത്തുന്ന അവസ്ഥ, അത് ഖുർആനില്ലാതെ മറ്റൊന്നിനുമില്ല. 23 വർഷക്കാലം കൊണ്ട് ഇറങ്ങിയ ഖുർആൻ അത് ഇറങ്ങി പൂർത്തിയാകുമ്പോഴേക്കും അതനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം അവിടെ ഉണ്ടായി. ലോക ചരിത്രത്തിൽ ഒന്നിനുമൊന്നും കഴിഞ്ഞിട്ടില്ല. ആധുനികമായ ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഒരുപാട് നമ്മുടെ ഫിലോസഫികൾ, തത്വശാസ്ത്രങ്ങൾ ഒക്കെ ഇറക്കിയിട്ടുണ്ട് ചില ബുദ്ധിമാന്മാർ. അവർക്ക് പോലും ജീവിതത്തിൽ പകർത്താൻ കഴിയാത്ത വിധത്തിൽ, അവരിൽ നിന്ന് പ്രദേശത്ത് പോലും ഉണ്ടാകാത്ത വിധത്തിൽ അത് പരിപൂർണമായി വരുന്നില്ല. പരിശോധിച്ചാൽ മനസ്സിലാകും. പക്ഷേ ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം രൂപപ്പെട്ടു. മഹാന്മാരായ ആളുകളെയൊക്കെ, ബുദ്ധിശാലികളെയൊക്കെ അത്ഭുതപ്പെടുത്തിയ ഒരു വിഷയമായിരുന്നു അത്. മാത്രമോ ഖുർആനാൽ സ്വാധീനിക്കപ്പെട്ട വ്യക്തികളുടെ മനംമാറ്റം, അവരുടെ സ്വഭാവത്തിലെ മാറ്റം, അതും അത്ഭുതകരമായിരുന്നു. കൊടിയ ക്രൂരരായിരുന്നു അക്കാലഘട്ടത്തിൽ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ച മക്കയിലെ
ആളുകൾ, അറബികൾ, കാട്ടറബികൾ, ഡാർക്ക് ഏജസ് എന്ന് പറഞ്ഞ അന്ധകാരനിബിഡമായ ഒരു സമയത്ത് ഒരു പശ്ചാത്തലത്തിലാണ് ഖുർആൻ ഇറങ്ങുന്നത്. ക്രൂരരായ ആളുകളായിരുന്നു. വളരെ നേർത്ത വിഷയത്തിൽ പോലും വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന ആളുകൾ, മദ്യവും മദിരാശിയുമായി കളിയാടിക്കൊണ്ടിരുന്ന ആളുകൾ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പെൺമക്കളെ ജീവനോടെ കുഴിച്ചിരുന്ന ആളുകൾ. അങ്ങനെ ക്രൂരരായ ആളുകൾ പോലും തന്നാൽ ഒരു മനുഷ്യൻ, ഒരു ജീവി, ഒരു മൃഗം പടച്ചോനെ വിഷമിക്കുന്നോ എന്നോർത്ത് കരയുന്ന, നിഷ്കളങ്കമായി കരയുന്ന ആ മൃദുലമായ അവസ്ഥയിലേക്ക്, ആ ശുദ്ധമായ അവസ്ഥയിലേക്ക് പരിവർത്തിക്കപ്പെട്ടു. ഉമർ അതിനുള്ള ഉദാഹരണങ്ങളാണ്. ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. അത്രമാത്രം ജനങ്ങളെ സ്വാധീനിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്തു വിശുദ്ധ ഖുർആൻ. ജീവിതമാകെ തിരുത്തപ്പെട്ടു. അവർ വിനയാന്വിതരും വിശാല ഹൃദയരുമായി ഏറ്റവും നല്ല മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ ഉടമകളായി മാറി. എല്ലാ ജീവിത പരീക്ഷണങ്ങളെയും തരണം ചെയ്യാനുള്ള ധൈര്യം അവർക്ക് ഖുർആൻ നൽകി. അതുകൊണ്ട് അവർ ജീവിതത്തിലെ അവസ്ഥകളിൽ പരാതി പറഞ്ഞില്ല. ഞാൻ അങ്ങനെ, എനിക്ക് ഇങ്ങനെ കഷ്ടപ്പാട്, എന്തെല്ലാം വിശേഷം ചോദിക്കുമ്പോൾ എന്ത് പറയാനാ എന്ന രീതിയിലുള്ള പ്രതികരണമൊന്നും അവർ നടത്തിയില്ല. അൽഹംദുലില്ലാ എന്തിനും അൽഹംദുലില്ലാ എന്ന വാക്കുകളോട് ഇന്നും ഗൾഫ് നാടുകളൊക്കെ കാണാം. ആ ഒരു ശീലം പറയാൻ മാത്രം അവർ വളർന്നു. നഷ്ടങ്ങളിൽ അവർ സങ്കടപ്പെട്ടില്ല. ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും അവർക്കുണ്ടായിരുന്നു. ആരോടും അവർ പരാതി പറഞ്ഞില്ല, അള്ളാഹുവിനോടല്ലാതെ. ആ പരാതിയൊന്നും അവരെ തളർത്തിക്കളഞ്ഞില്ല, അവരെ ഇല്ലാതാക്കി കളഞ്ഞില്ല, അവരെ വഴിമാറി ചിന്തിപ്പിച്ചില്ല. അതൊക്കെയും അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്നും ഇതിനുമപ്പുറം ഒരു ലോകമാണ് നമ്മുടെ ലക്ഷ്യമെന്നും അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല വ്യക്തികളായി അവർ ജീവിച്ചു. അത്രമാത്രം സ്വാധീനിക്കപ്പെട്ടു വിശുദ്ധ ഖുർആൻ. ഇതെങ്ങാനും അള്ളാഹുവിൽ നിന്നല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ഉണ്ടാകുമായിരുന്നില്ല. ലോകചരിത്രത്തിലില്ല. ആധുനിക ഗവേഷകന്മാർ കണക്ക് കൂട്ടി അളന്ന് തിട്ടപ്പെടുത്തി, ജനസംഖ്യയുടെ കണക്ക് കൂട്ടി, ലോകത്തിന്റെ ഓരോ രാജ്യത്തിന്റെ ഒക്കെ പശ്ചാത്തലങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി അവരുടെ നേട്ടത്തിനും പുരോഗതിക്കുമായി കൊണ്ടുവരുന്ന എന്തെന്തെല്ലാം കാര്യങ്ങൾ അനുദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇറങ്ങുന്ന നമ്മുടെ ബഡ്ജറ്റ് വരെ നോക്കൂ നിങ്ങൾ. പരിപൂർണമായി പ്രാവർത്തികമാക്കാൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? ഏറ്റവും ആധുനിക കാലഘട്ടത്തിലെ സംഭവങ്ങളാണിത്. അപ്പൊ അതൊക്കെയും അല്ല, അതിനപ്പുറം ഇത് അള്ളാഹുവിൽ നിന്നായതുകൊണ്ട് ഇത് ആളുകളെ സ്വാധീനിക്കുകയും പരിവർത്തനം നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. ഖുർആനിൽ വൈരുദ്ധ്യമില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് അള്ളാഹുവിൽ നിന്നല്ലായിരുന്നുവെങ്കിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു, അബദ്ധങ്ങൾ കാണുമായിരുന്നു, അപരിഷ്കൃതമായ കാര്യങ്ങൾ കാണുമായിരുന്നു, മനുഷ്യർ ഉൾക്കൊള്ളാൻ വയ്യാത്തത് കാണുമായിരുന്നു. അവർ ഖുർആനെ പറ്റി ചിന്തിക്കുന്നില്ലേ? അല്ലാത്തവരുടെ പക്കൽ നിന്നായിരുന്നുവെങ്കിൽ അവരതിൽ ധാരാളം വൈരുദ്ധ്യം കാണുമായിരുന്നു. ഒരു വൈരുദ്ധ്യവും വിശുദ്ധ ഖുർആനില്ല. ഒരു സ്ഥലത്ത് 23 വർഷക്കാലം കൊണ്ടാണ് ഖുർആൻ ഇറങ്ങിയത്. ആദ്യം ഇറങ്ങിയ ആയത്തിന് വിരുദ്ധമായിട്ടല്ല അവസാനം ഇറങ്ങിയ ആയത്ത് വന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ്. ഖുർആൻ പറഞ്ഞ നന്മകൾ ഇന്നും നന്മകളായിട്ട് തന്നെ അവശേഷിക്കുകയാണ്. ഖുർആൻ പഠിപ്പിച്ച തിന്മകൾ ഇന്നും ഒരു സമൂഹത്തിന്റെ അധോഗതിക്ക് കാരണമായി കൊണ്ട് തിന്മകളായി തന്നെ നിലനിൽക്കുന്നു. അത്ഭുതകരമാണിത്. കാലഘട്ടത്തെ കൂടി നമ്മൾ പഠിക്കണം. ശാസ്ത്രീയമായ വലിയ പുരോഗതിയൊന്നും നേടാത്ത ഒരു കാലഘട്ടമാണ്. ആധുനിക വിദ്യാഭ്യാസ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ്. അന്നാണ് ഖുർആൻ ഇറങ്ങുകയും അതിന്നും ചലനം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇന്നും പോരാക്കാതെ അതിശയകരമായിട്ട് നിൽക്കാൻ പ്രവാചകന്റെ 40ാമത്തെ വയസ്സിലാണ് നമുക്കറിയാം വിശുദ്ധ ഖുർആൻ ഇറങ്ങാൻ തുടങ്ങിയത്. ഹിറാ ഗുഹയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധ്യാനം ഇരിക്കാൻ പോകുമായിരുന്നു. ദിവസങ്ങളോളം ധ്യാനമിരുന്നു. ഏതാണ്ട് 40 വയസ്സ് പൂർത്തിയാകുന്നതിന്റെ ഒരു 6 മാസം മുമ്പ് മുതൽ ആ ധ്യാനനിരതരായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് ഭക്ഷണമായിട്ട് പോകും, അവിടെ കഴിയും. ഭക്ഷണം തീരെ പോകുന്നതിൽ പ്രവാചകൻ വന്ന് ഭക്ഷണം കൊണ്ടുപോകും, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ അവിടെ എത്തിച്ചു കൊടുക്കും. അങ്ങനെ ഇരിക്കെ ഒരു സന്ദർഭത്തിലാണ് ജിബ്രീൽ ഇറങ്ങുന്നതും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അലഖിലെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്
ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലമി അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന ആയത്ത് ഇറങ്ങുന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ വന്ന് പറഞ്ഞു, ഇഖ്റ, നീ വായിക്കുക. ഒന്നാമതായി ഇറങ്ങുന്ന പദം ശ്രദ്ധിക്കണം നിങ്ങൾ. ഒന്നാമതായി ജിബ്രീൽ പ്രവാചകന് പഠിപ്പിച്ചു കൊടുക്കുന്ന അള്ളാഹുവിന്റെ വചനം നോക്കൂ. ഇഖ്റ, നീ വായിക്കുക എന്ന് പറഞ്ഞാൽ വിജ്ഞാനം നേടുക, വിജ്ഞാനത്തിന്റെ വാതായനം തുറന്നു കൊടുത്തുകൊണ്ടുള്ള വലിയൊരു തുടക്കമായിരുന്നു അവിടെ സംഭവിച്ചത്. വലിയൊരു വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു അത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. ഇഖ്റ വറബ്ബുക്കൽ അക്രം, നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചവനാണവൻ. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചു. മനുഷ്യ ബുദ്ധിക്ക് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളുടെ വിശദീകരണമല്ല ഖുർആൻ. മനുഷ്യ ബുദ്ധിക്ക് ചിന്തിച്ചാലും കണ്ടെത്താൻ കഴിയാത്ത വസ്തുതകൾ, അദൃശ്യമായ കാര്യങ്ങൾ, സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന, നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്ന, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതാണ് ഖുർആൻ പഠിപ്പിച്ചത്. നിങ്ങൾക്ക് മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചു, അവ ഓതിക്കേൾപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു ഇഖ്റ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വായിക്കാൻ അറിയില്ല. ജിബ്രീൽ എന്ന മലക്ക് പ്രവാചകനെ കെട്ടിപ്പിടിച്ചു, കൂട്ടി അണച്ചു പിടിച്ചു. വീണ്ടും പറഞ്ഞു ഇഖ്റ, എനിക്ക് വായിക്കാൻ അറിയില്ല. വീണ്ടും കെട്ടിപ്പിടിച്ചു. വീണ്ടും പറഞ്ഞു മലക്ക് ഇഖ്റ, നീ വായിക്കൂ. ഇല്ല, എനിക്ക് വായിക്കാൻ അറിയില്ല. അങ്ങനെ മൂന്നാമതും കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രവാചകൻ ഞെരുങ്ങിപ്പോകുമാറ് കൂട്ടി പിടിച്ചുകൊണ്ടാണ് ജിബ്രീൽ ഈ ആയത്തുകൾ അവതരിപ്പിച്ചത്. പ്രവാചകൻ ഭയപ്പെട്ടു പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു പോയി. ഖദീജ ബീവിയുടെ അടുക്കലേക്ക് ഓടിപ്പോയിട്ട് പറഞ്ഞു, ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടൂ, എനിക്കൊരു പുതപ്പ് തരൂ. പുതപ്പിനുള്ളിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി കിടന്നു. ഭയപ്പെട്ടു പോയി. ഖദീജ ബീവി ആശ്വസിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പിതൃ സഹോദരൻ കൂടിയായ വറഖത്ത് ബിൻ നൗഫൽ എന്ന ഒരു ക്രിസ്തീയ പണ്ഡിതൻ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോ അദ്ദേഹം പറയുകയാണ്, വറഖത്ത് ബിൻ നൗഫൽ പറയുകയാണ്, ഇത് മൂസയുടെ അടുക്കൽ വന്ന അള്ളാഹു അയച്ച ജിബ്രീൽ എന്ന മലക്കാണ്. നിന്റെ ജനത പുറത്താക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ പ്രവാചകൻ ഒന്ന് ഞെട്ടിപ്പോയി. അങ്ങനെ സംഭവിക്കോ? അദ്ദേഹം പറഞ്ഞു, അതെ. അതുപോലെ എല്ലാ പ്രവാചകന്മാരും എതിർപ്പുകൾ നേരിട്ടിട്ടുണ്ട്. അന്ന് ഞാനെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ നിന്നോടൊപ്പം ഉണ്ടാകുമായിരുന്നു. പിന്നീട് നമുക്കറിയാം 3 വർഷക്കാലം വഹി ഇറങ്ങിയില്ല. 3-ാമത്തെ വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ശബ്ദം, ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് മുകളിലേക്ക് പ്രവാചകൻ നോക്കുമ്പോൾ ആകാശഭൂമികൾക്കിടയിൽ ജിബ്രീലിനെ കാണുകയും അപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് സൂറത്തുൽ മുദ്ദസിർ 1 മുതൽ 5 വരെയുള്ള ആയത്ത് ഇറങ്ങുന്നത്. യാ അയ്യുഹൽ മുദ്ദസിർ, ഹേ പുതച്ചു മൂടിയവനെ. പ്രവാചകൻ അപ്പോഴും ചെയ്തു, ഭയപ്പെട്ട് ഖദീജയുടെ അടുത്തേക്ക് പോയി. അപ്പോഴും പുതപ്പിൽ അഭയം പ്രാപിച്ചു, പേടിച്ചു പോയി പ്രവാചകൻ. അപ്പോഴാണ് പറയുന്നത്, യാ അയ്യുഹൽ മുദ്ദസിർ, ഹേ പുതച്ചു മൂടിയവനെ, ഖും ഫഅൻദിർ, എഴുന്നേറ്റ് ജനങ്ങൾക്ക് താക്കീത് നൽകുക. വറബ്ബുക ഫകബ്ബിർ, നിന്റെ രക്ഷിതാവിനെ നീ മഹത്വപ്പെടുത്തുക. വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രങ്ങൾ നീ ശുദ്ധിയാക്കുക. വറുജ്സ ഫഹ്ജുർ, പാപം വെടിയുകയും ചെയ്യുക. ഈ ആയത്ത് ഇറങ്ങുകയും പിന്നീട് നിരന്തരം വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഖുർആന്റെ ഒരു പശ്ചാത്തലം മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ. തുടർ ഖുത്ബകളിൽ നമുക്ക് ഇത് മറ്റു കാര്യങ്ങൾ പറയാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ജനുവരി 15 പാലിയേറ്റീവ് കെയർ ദിനാചരണമാണ്. നമുക്കറിയാം, കേരളക്കരയിൽ പാലിയേറ്റീവ് നിർവഹിക്കുന്ന ദൗത്യം അശരണരായ ഡോക്ടറും ആശുപത്രിയും ഒക്കെ കൈയൊഴിച്ച
നിസ്സഹായരായി പോയ ആളുകളെ സംരക്ഷിക്കുന്ന അവർക്ക് തണലേകുന്ന സംവിധാനമാണ്. ഏതാണ്ട് 400ഓളം പാലിയേറ്റീവ് കേന്ദ്രങ്ങൾ കേരളത്തിൽ നിന്നാണ് പറയുന്നത്. അതിന് സ്വയം സന്നദ്ധരായിക്കൊണ്ട് സേവനനിരതരായ ആയിരക്കണക്കിന് ആളുകൾ, അവർ വലിയ പൈസക്കാർ മാത്രമൊന്നുമല്ല, സാധാരണക്കാരും നിത്യവൃത്തിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആളുകളും അടക്കം അതിൻ്റെ സേവനത്തിൽ തൽപരരാണ്. ഒരാശ്വാസമായി, ഒരു അത്താണിയായി, ഒരു സാന്ത്വനമായി ജീവിതത്തിൻ്റെ അവസാനത്തിൽ ക്യാൻസർ പോലുള്ള മാരകം രോഗം പിടിപെട്ട് വേദനയും പ്രയാസവും അനുഭവിക്കുന്ന ആളുകളെ തലോടിക്കൊണ്ടിരിക്കുന്ന ഒരു മഹൽ സംരംഭം. വിശുദ്ധ ഖുർആനും പ്രവാചകനും നമ്മോട് പറഞ്ഞ ഈ വേദനിക്കുന്ന ആളുകൾക്ക് ആശ്വാസവും അത്താണിയായുമായി നിലകൊള്ളണമെന്ന കൽപ്പനയുടെ തുടർച്ചയായി നമ്മുടെ പ്രസ്ഥാനങ്ങളും ഇസ്ലാമിക മുസ്ലിം പ്രസ്ഥാനങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ പറയാനുള്ളത്, ഇതിന് താങ്ങാകാൻ നമ്മൾ തയ്യാറാവണം. ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ കേരളക്കരയിലാകെ എല്ലാവരും ഇതിനു വേണ്ടിയുള്ള ഒരു പ്രതിജ്ഞ പുതുക്കുകയും ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിനായുള്ള സേവനങ്ങൾക്ക് സന്നദ്ധരാണെന്ന് അറിയിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് പരമാവധി സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രാർത്ഥനയിലൂടെയും ഒക്കെ ഇതിനുള്ള പിന്തുണ അറിയിക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അത്തരം സുഹൃത്തുക്കൾ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അതുപോലെ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത്, വയനാട് കൽപ്പറ്റ സ്വദേശിയായ ഒരു സാമൂഹിക പ്രവർത്തകൻ, കോവിഡ് ബാധിതനാണ് അദ്ദേഹം. ഏതാണ്ട് 3 ആഴ്ചയോളമായി. അപ്പോൾ ഇപ്പോഴും പോസിറ്റീവാണ്. അദ്ദേഹത്തിൻ്റെ സുഖത്തിനായി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വലിയൊരു സാമൂഹിക പ്രവർത്തകനാണ് അദ്ദേഹം. ഇപ്പോൾ സാമൂഹിക പ്രവർത്തകർക്ക് ഇത്തരം അസുഖം വന്ന് അവർ നിശബ്ദരാവുകയും വീടുകളിൽ ഒതുങ്ങുകയും ചെയ്യുമ്പോൾ അതുമൂലം പ്രയാസപ്പെടുന്നത് സമൂഹമായിരിക്കും. അത്തരം ആളുകൾ സമൂഹത്തിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ അത്തരം ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ സുഹൃത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുക. അള്ളാഹു അദ്ദേഹത്തിൻ്റെ അസുഖം എളുപ്പം ഭേദമാക്കി തുടർന്നും ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളിൽ നിരതനാവാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. കരുണാമയനാഥ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരയണമേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കരുണ ചൊരിയണമേ നാഥ. ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, സന്താനങ്ങൾ, ഇണകൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അല്ലാഹുവേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവേണമേ നാഥ. കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തി രക്ഷിക്കണമേ റബ്ബേ. ഭയാനകമായ പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് നീ നൽകരുതേ നാഥ. ഞങ്ങളുടെ കുടുംബത്തെയും സത്യവിശ്വാസികളെയും ഈ ലോകത്തിൻ്റെ ഏത് പ്രയാസകരമായ അവസ്ഥയിലും സത്യവിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള കഴിവ് നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. ലോകത്ത് പീഡനം അനുഭവിക്കുന്ന സത്യവിശ്വാസികൾക്ക് റബ്ബേ നീ സംരക്ഷണവും സുരക്ഷിതത്വവും നൽകണമേ. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങൾ നീ ഇല്ലാതാക്കണമേ നാഥ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم.